മോർച്ചറിക്ക് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. മേഘ, അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണത്തെ സംബന്ധിച്ച് വ്യക്തമാകൂ. പക്ഷേ പുക പടരുന്നതിന് മുമ്പ് മരിച്ചു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതായത് പുക ശ്വസിച്ചുകൊണ്ടല്ല ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന്. അതിലൊരു വ്യക്തത ശാസ്ത്രീയമായി വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ മേഘ? ജിംഷാദ്, അതായത് നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ 5 മരണം ഉണ്ടായി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അതിൽ കൃത്യമായ വിശദീകരണം മെഡിക്കൽ കോളേജ് നൽകിയിട്ടുണ്ട്. 4 രോഗികൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പുക പടർന്ന വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ആൾ ഇവിടെ മരണപ്പെട്ടതിന് ശേഷമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 4 പേരുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. 2 കുടുംബങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ബന്ധുക്കളോട്, ഈ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോട് ഉന്നയിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം ബാക്കിയുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 4 മൃതദേഹങ്ങളും നിലവിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നൊരു തീരുമാനം മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ ഈ ബന്ധുക്കളോട് പറയുന്നത്. അതിന് പിന്നാലെ ബന്ധുക്കൾ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയുമായിരുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഒന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 3 ഗംഗാധരൻ, ഗോപാലൻ എന്നിവരുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കാരണം പരാതി മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. ഈ ഏറ്റവും ആദ്യം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഈ പുക പടർന്നതിന് പിന്നാലെ മരണം സംഭവിച്ചു എന്ന തരത്തിൽ ടി സിദ്ദിഖ് MLA ആണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന് പിന്നാലെയാണ് അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA പറയുന്ന ഒരു കാര്യം എന്നത്, ഈ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഈ രോഗി ജ്യൂസ് കുടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അതിന് പിന്നാലെയാണ് മരണപ്പെട്ടത് എന്നതൊക്കെ. പക്ഷേ മെഡിക്കൽ കോളേജ് കൃത്യമായി തന്നെ പറയുന്നു, ഈ ടി സിദ്ദിഖ് MLA പറഞ്ഞ രോഗി, അതായത് നസീമ, മേപ്പാടിയിൽ നിന്ന് വിഷം കഴിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു നസീമ ഉണ്ടായിരുന്നത് എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. പെട്ടെന്ന് ഈ പുക പടർന്നതിന് പിന്നാലെ തന്നെ രോഗികളെ അടിയന്തര ശ്രദ്ധയോടുകൂടി ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നു. അതിന് പിന്നാലെ എന്താണ് ഈ മരണത്തിൻ്റെ കാരണം, അത് പിന്നീട് ഒരു പ്രശ്നങ്ങൾക്കിടയാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നൊരാവശ്യം നിലവിൽ വന്നിരിക്കുന്നത്. ഏതായാലും 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ജിംഷാദ്, 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ തന്നെ സമാന്തരമായി അല്ലെങ്കിൽ തുടരെ നടത്തും, അതാണ് തീരുമാനം അല്ലേ മേഘ? അതായത് നേരത്തെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് 2 കുടുംബങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം വേണം എന്നൊരാവശ്യം മുൻപോട്ട് വെച്ചത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ ഈ ഒരു തീരുമാനം 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാം, കാരണം അത് പിന്നീട് മെഡിക്കൽ കോളേജിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരാവശ്യം മെഡിക്കൽ കോളേജ് ബന്ധുക്കളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മോർച്ചറിക്ക് മുൻപിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ മരണപ്പെട്ട ഒരാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷം കഴിച്ച് ആശുപത്രിയിൽ എത്തിയ ആളാണ് ചികിത്സയ്ക്കായി. അതിന് പിന്നാലെ ഒരാൾ കരൾ രോഗിയാണ്, ഒരാൾക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു, മറ്റൊരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെ ഈ 4 പേരും അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ആണ് എന്നതാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ സ്ഥിരീകരണം വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൽ ഔദ്യോഗികമായ വിശദീകരണം ഈ മെഡിക്കൽ കോളേജ് നടത്തുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ജിംഷാദ്, ശരി. മേഘ മാധവനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി വിഭാഗത്തിലുണ്ടായ ഇത്തരത്തിൽ പുക പടർന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലതീഷും മേഘയും നൽകിയത്.